നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല അത്? ഞങ്ങൾ അത്ര സ്നേഹത്തിലായിരുന്നല്ലോ മറ്റേ ഈ ശേഷം ചെയ്യുമ്പോൾ. എന്നിട്ട് തഴഞ്ഞു. അതെ അതെ, അത് മോശമായി പോയി. വളരെ ചെറിയ ബജറ്റിലും ഒക്കെ ചെയ്യുന്ന സിനിമകളാണ്. സാമ്പത്തികം എന്നൊരു സാധനമാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചിട്ടുണ്ടോ? അതെ, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ചേട്ടന് പറ്റിയൊരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ സിനിമ കാണട്ടെ, അപ്പൊ എന്നിട്ട് വിളിക്കുന്നുണ്ട്. എനിക്ക് പറ്റിയ വേഷങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. ആ ഇർഷാദ് ചെയ്ത വേഷം എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, ആ സുധീഷ് ചെയ്ത വേഷം എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, ഞാൻ പറയും. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ധർമ്മസങ്കടത്തിലായി പോകുന്നു. ഈ മാസ് ബിജി ഒക്കെ ആയിട്ട് ആട് 2-ലോ ആട് 3-ൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള അത് ഉള്ള കാര്യം തന്നെ ഇല്ല എന്നുള്ളത്. ഇല്ല. ഈ ആട് 3-യുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അതിനകത്തുണ്ടാണ്. എന്റെ ഒരു പടം പോലെ തന്നെയാണ് ആട് 3 ആയാലും. ചേട്ടൻ എന്റെ ക്ലോസ് ആണ്, അപ്പൊ അതിനകത്തുള്ള ആൾക്കാരൊക്കെ എന്റെ ക്ലോസ്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ഇപ്പോഴും ഉണ്ട്, ചേട്ടൻ ചുമ്മാ പറയല്ലേ. പക്ഷെ ഞാനില്ല. സത്യം തന്നെയാണ്. നമ്മുടെ ബൈജു എടുപ്പുന്ന ഡയറക്ട് ചെയ്ത്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ കോ ആക്ടറാണ്, അദ്ദേഹം ഡയറക്ട് ചെയ്ത പടം. അപ്പൊ അതിൻ്റെ അകത്ത് ബൈജു എടുപ്പുന്നയാണ് ഡയറക്ട് ചെയ്യുന്നത്, പുള്ളിയാണ് മറ്റേ അഭിനയിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ്റെ ഒരു വലിയ പരിപാടിയും പുള്ളി. അപ്പോൾ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. ആക്ടർ എന്നുള്ള ആളെ മാറ്റി നിർത്തിയിട്ട് ഈ ഡയറക്ടറും ആക്ടറും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഡയറക്ടർ ഇന്ന കാര്യം ഈ ബൈജു എന്ന ആക്ടറോട് പറയും, ബൈജു അത് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അത് ഡിറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. സുനിൽ സുഗത ചേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ അപ്പുറത്ത്. പുള്ളി അപ്പുറത്ത് തന്നെ അപ്പോൾ തന്നെ പറഞ്ഞു, ചില സമയത്ത് ഈ ആക്ടറും ഡയറക്ടറും തമ്മിൽ ഉടക്കുണ്ടാവും. അപ്പൊ പ്രൊഡ്യൂസർ ബൈജു വന്നിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഹലോ എവരിവൺ, ശേഷം 2016 വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഹലോ. 2016 ശേഷം നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 2016 ശേഷം വെള്ളപ്പൊക്കം ഉണ്ടായി, കോവിഡ് ഉണ്ടായി. അല്ല, പേഴ്സണലി പ്രായം കൂടി, 10 വയസ്സ് കൂടി. അതാണ് കാര്യമായിട്ടുള്ള മാറ്റം. സിനിമയിലോ? സിനിമ അല്ല 2016 ശേഷം എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്നാണോ? ഇഷ്ടംപോലെ സിനിമകൾ വന്നില്ലേ? അതെ, അതിങ്ങനെ 2016 ശരിക്കും അത് സിനിമ ഉണ്ടായ കാലം പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഈ പേര് ഇങ്ങനെ കണക്ട് ചെയ്തോന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരെന്ന് ചിന്തിച്ചായിരുന്നോ? അന്ന് പറയുമ്പോൾ ശേഷ എന്ന് മാത്രം എടുത്ത് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ശേഷ അന്ന് കന്നഡ എന്നുള്ള രീതിയിലാണ്. കാരണം ഇതൊരു ബൈലിംഗ്വൽ, 2 ഭാഷയിൽ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശേഷ ഇൻ കന്നഡ. അപ്പോൾ എൻ്റെ മനസ്സിൽ ശേഷ എന്നുള്ള പേര് മാത്രം അന്ന് സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ളൂ. 2016 എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ അത് പേരിന്റെ ഭാഗമാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ പിന്നെയാണ് മനസ്സിൽ കയറുന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ശേഷ മലയാളത്തിൽ വന്നപ്പോൾ ശേഷം, അപ്പോൾ ഇപ്പോഴാണ് ശേഷ 2016 ശേഷം 2016 എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് 2016 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് ആ ഒരു വർഷത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പീരീഡായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. ഒരു ബോർഡർ, കർണാടക കേരള ബോർഡറിൽ മംഗലാപുരം കാസർഗോഡ് ആ ഏരിയയിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണിത് ഡുവൽ ലാംഗ്വേജിൽ വർക്കാവാൻ സാധ്യതയുണ്ടോ തോന്നിയതുകൊണ്ടാണ് അവർ 2 ഭാഷകളിലായിട്ട് ഷൂട്ട് ചെയ്തത്, ഒരേ സമയത്ത് 2 ഭാഷകളിൽ ഷൂട്ട് ചെയ്തത്. ഇപ്പം ഇവിടെ വരുന്നത് പക്ക മലയാളം. ശേഷം 2016 എന്നുള്ള രീതിയിൽ ഒരു മലയാള പടമായിട്ട് കുറച്ച് കന്നഡ ആർട്ടിസ്റ്റുകളും, കാരണം അവിടുത്തെ ഒരു സ്പേസ് ആയതുകൊണ്ട് അവിടെ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും, പ്രമോദ് ഷെട്ടി, പിന്നെ സിദ്ധലിംഗ ശ്രീധർ, അതുപോലെ ദിനേശ് മംഗളൂരു, അങ്ങനെയുള്ള അവിടുത്തെ അറിയപ്പെടുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ തല്ലിപ്പൊളികളുടെ കൂടെ ഉണ്ട്. തല്ലിപ്പൊളികളുടെയും സിദ്ധാർത്ഥ ശിവയുടെയും കൂടെ ഇപ്പൊ കറക്റ്റ് ഞാൻ ആ ഗാഗിൽ ഇല്ലെന്ന്. ഓക്കെ, ചേട്ടാ ഇതുപോലെ തന്നെ ആയിരുന്നോ സെറ്റിലും? ഇത് അവിടുത്തെ ഏറ്റവും തല്ലിപ്പൊളി പുള്ളിയായിരുന്നല്ലോ. ഓക്കെ, എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത് അവര് വന്നിട്ട്? പോലീസ് വേഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ടാണ് അയൂബ് ഖാനാണ് ഇതിലേക്ക് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഈ ഡയറക്ടറിനെയൊക്കെ മീറ്റ് ചെയ്തതും. കഥ കേട്ടു, കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യാൻ നിന്നു. അപ്പം എല്ലാം കൂടെ നോക്കിയപ്പം പിന്നെ കന്നഡ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ബോളിവുഡ് ലുക്ക് ഉണ്ടെന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ടോ? ആണല്ലേ, പറയാറുണ്ടോന്നോ? കുറച്ചുപേര് പറയണ്ടല്ലോ. അത് കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യണേ? അങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നും ഇല്ല, സീരിയസ്ലി. അല്ല, ഒരു രസമാണ്. കള്ളങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട്. അല്ല, ഇത് കുറെ പേര് പറയുമ്പോ അതിനകത്ത് എവിടേക്കോ ഒരു സത്യം, മിററൊക്കെ നോക്കുമ്പോ ഉണ്ടോ, അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ഇല്ല. എനിക്ക് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇന്റർപ്റ്റ് ചെയ്യാണ്. എനിക്ക് തോന്നിയിട്ടുള്ള
നിങ്ങളൊരു ഇറാനിയൻ ആക്ടർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ഇറാൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഇറാൻ സിനിമ സിനിമകളല്ലേ? ഒരുപാട് സിനിമ, ജാഫർ പരായി എന്നൊക്കെ പറഞ്ഞ ഡയറക്ടേഴ്സിന്റെ ഒക്കെ. സെപ്പറേഷനൊക്കെ ഗംഭീര പടമല്ലേ? നമ്മുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സിനിമയൊക്കെ അതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ്. പടം. അതെ, അങ്ങനെ പറയാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ, ഇന്നിപ്പം കേൾക്കുമ്പോ അങ്ങനെ വലിയ സംഭവമായിട്ട് ഇറാനിയൻ ഒരു പശ്ചിമേഷ്യൻ ഒരു പേർഷ്യൻ ലുക്ക് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് ഐസും പരിപാടിയൊക്കെ ആയിട്ട് വേണേൽ പിടിക്കാം. പിന്നെ അവിടുത്തെ ഡയറക്ടർ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ശല്യം കൂടി വായി കിട്ടും. അതുകൊണ്ട് മലയാളത്തിൽ നിന്ന് പൊക്കോളാനാ പറയുന്നത്. അതാണ് എനിക്ക് ഒരു വിഷമം. അല്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു കോമ്പറ്റീഷനും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ മലയാളത്തിലെ വേഷങ്ങൾ? അല്ല, മലയാളത്തിൽ നമ്മൾ ഇതുപോലെ സുന്ദരന്മാരെ അക്സെപ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അതെനിക്ക് റീസെന്റ് ടോവിയൊക്കെ വന്നതിന് ശേഷമാണ് മസിൽമാന്മാരെയൊക്കെ വേണമെന്നുള്ളൊരു തോട്ട് വന്നത്. അതിന് മുമ്പൊന്നും ആർക്കും മസിൽമാന്മാരെ വേണ്ട, എന്തിത്ര മസിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ. ഇപ്പൊ ടോവിയൊക്കെയാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ. സൗന്ദര്യം ശാപമായിട്ടുള്ള ഒരു മനുഷ്യൻ. ചേട്ടാ, സിദ്ധാർത്ഥേട്ടാ, ഇനി എപ്പോഴാണ് ഡയറക്ഷനിലൊരു സിനിമ ഇറങ്ങാൻ പോണേ? എൻ്റെ ഡയറക്ഷനിൽ ഞാനിപ്പം തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു സിനിമയല്ല, അത് ഒരു ബയോപിക് ആണ്. നമ്മൾ ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഓൺകോളജിസ്റ്റ് ഉണ്ട്. ഇതേ പറ്റി ഒരു ബയോപിക് അവരുടെ വൈഫ് ചിത്രലേഖ ഡോക്ടർ, ചിത്രതാരം. അതെ, അതേ പറ്റി ഒരു ബയോപിക് സ്പർശം എന്നാണ് എൻ്റെ പേര്. അത് ആണ് ഇനി തിയേറ്ററിൽ ഇറങ്ങാൻ, അത് തിയേറ്ററിൽ റിലീസുള്ള പടമാണ്. അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പം ഉള്ളത്. എഴുത്തും പരിപാടിയൊക്കെ കഴിഞ്ഞു? അത് എഴുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വരും. ഉടനെ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആരാ പറയാൻ പറ്റും? സ്റ്റാർ കാസ്റ്റ് ഒക്കെ കുറച്ച് ഒരു ഇതിൽ വെച്ചിരിക്കുന്നതാണ്, അതൊരു ക്ലാസിഫൈഡ് ആണ്. അതെ 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 അതെ. അല്ലാതെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സുധീഷ് ഉണ്ട്, ഇർഷാദ്, ദിനേശ്. ഇവരാരെങ്കിലും ഉണ്ടോ? ഇവരില്ല, നമ്മളൊന്നും വിളിക്കൂല. അതാ ഞാൻ ചോദിക്കണ്ടേ, നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല? അത് ഞങ്ങൾ അത്ര സ്നേഹത്തിലായിരുന്നല്ലോ മറ്റേ ഈ ശേഷം ചെയ്യുമ്പോ. എന്നിട്ട് തഴഞ്ഞു. അതെ അതെ, അത് മോശമായി പോയി. ഓർത്തില്ലായിരുന്നു ദിവസം. അതുകൊണ്ടല്ല, നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന് ഇതുള്ള പറ്റിയ ആളുകൾ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വർക്കുകളൊക്കെ എൻ്റെ കൂടുതൽ ഇപ്പം ഞാൻ 9 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 3 സിനിമകളായിരിക്കും ഒരു ഭയങ്കര ബജറ്റിൽ കൊമേഴ്സ്യലി ഭയങ്കര വയബിളായിട്ട് ചെയ്തിട്ടുള്ള. ബാക്കിയൊക്കെ വളരെ ചെറിയ ബജറ്റിലും ഒക്കെ ചെയ്യുന്ന സിനിമകളാണ്. അപ്പം അത്തരം സിനിമകളിൽ പലപ്പോഴും നമ്മുടെ ഒരു സൗഹൃദ വലയത്തിൽ ഇങ്ങനെ നമ്മൾ സാമ്പത്തികം എന്നൊരു സാധനമാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചിട്ടുണ്ടോ? അതെ, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അത് കടം ചോദിച്ചതല്ലേ? അത് ഇവിടെ പറയേണ്ട കാര്യം അല്ല, അതുകൊണ്ടല്ല പൈസ കടം ചോദിക്കുന്നത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഒരു വേഷം പോയത്. അതുകൊണ്ടല്ല ചേട്ടന് പറ്റിയൊരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ സിനിമ കാണട്ടെ, അപ്പം എന്നിട്ട് വിളിക്കുന്നുണ്ട്. എനിക്ക് പറ്റിയ വേഷങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. ഇർഷാദ് ചെയ്ത വേഷം എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, സുധീഷ് ചെയ്ത വേഷം എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, ഞാൻ പറയും നിങ്ങൾ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ധർമ്മസങ്കടത്തിലായി പോകുന്നു. അല്ല, ഇതെന്താ അറിയോ, നമുക്ക് നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ സ്പീക്കിംഗ് ഫ്രം സിദ്ധാർത്ഥ്സ് പോയിന്റ് ഓഫ് വ്യൂ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഒരു പരിപാടി ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അത് സംശയമൊന്നുമില്ല. അങ്ങനത്തെ സുഹൃത്തുക്കൾ ബ്രില്യൻ്റ് ആക്ടേഴ്സ് ആകുമ്പോൾ പിന്നെ അതിനെപ്പറ്റി വേറെ സംശയങ്ങളില്ലല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇർഷാദ് ആയാലും സുധീഷ് ചേട്ടനായാലും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റേ മുസ്തഫ ആയാലും, അപ്പോൾ ഇവർ ഈ കമറാഡറി ഓൾറെഡി സെറ്റാണ്, ആ ഒരു ടീം വർക്ക് അവിടെ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇതല്ലാത്തൊരു പരിപാടി വരണം. മനസ്സിലായില്ലേ? അതാ ദ ഫസ്റ്റ് ചോയ്സ് ഓൾവേസ് ഗോസ് ടു. ഇനി അല്ലെങ്കിൽ അവർ ബാഡ് ആക്ടർ ആണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തയില്ല. പക്ഷെ ഇവരൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമേഴ്സാണ്. അപ്പം ആദ്യത്തെ തോട്ട് എപ്പോഴും അതൊരു തെറ്റല്ല. അത് ഏത് സിനിമ എടുത്ത് നോക്കിയാലും സ്ഥിരമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാം. അത് ഈ സൗഹൃദ വലയം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. ബിക്കോസ് ദേ ആർ ഓൾസോ ഗുഡ് പെർഫോമേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് ചോയ്സ് അങ്ങോട്ട് പോകും. നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് യു കാൺ കംപ്ലൈൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളും ചില സ്ഥലത്ത് നമ്മുടെ ടാലന്റ് കൊണ്ട് മാത്രമല്ല നമ്മളവിടെ ഫസ്റ്റ് ചോയ്സ്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സൗഹൃദം കൊണ്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആവുന്നത്. അപ്പോൾ ഇത് ആദ്യം ഇത് രണ്ടാമതൊന്നുമില്ല, ഇതൊക്കെ ചേർന്നാണ് ഈ കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇക്കണോമിക്സ് ഒരു പാർട്ട് തന്നെയാണ്, അല്ല ഞാൻ പറയുന്നില്ല.
നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ജോലി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അതിന് ന്യായമായൊരു ശമ്പളം നമ്മൾ പ്രതീക്ഷിക്കും. ചിലത് നമ്മളത് വലിയ കാര്യമായിട്ട് ചിന്തിക്കില്ല. കാരണം അതിനെ ഓവർറൈഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ ആ പ്രോജക്റ്റിന്റെ വലുപ്പമായിരിക്കും, ചിലപ്പോൾ ഒരു സൗഹൃദമായിരിക്കും. അപ്പോൾ ഓൾ ദീസ് മറ്റതിനെ കോംപ്രമൈസ് ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കോംപ്രമൈസ് ചെയ്യും. അതാണ് നമ്മുടെ ഡിസിഷൻ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് പറഞ്ഞതാണ്. പിന്നെന്താ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു ചെറിയ സിനിമയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത് വേറെ ഒരു സാമ്പത്തികം ഒന്നും നോക്കാതെ പങ്കെടുത്ത ആളുകൾ എനിക്കൊരു വലിയ പടം വരുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി അവരെ ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അത് ഭയങ്കര മര്യാദയാണ് കേട്ടോ. അത് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. കാരണം വളരെ ചെറിയ സിനിമ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് പോയി അഭിനയിച്ച ആക്ടേഴ്സിനെ വലിയൊരു പടം വരുമ്പോൾ നേരെ വലിയ കാസ്റ്റിങ്ങിലേക്ക് നല്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് നല്ല വലിയ സ്റ്റാർ ഇവരങ്ങ് തഴയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ദെയർ മിസ്റ്റേക്ക്. ഞാൻ അവരുടെ ഭാഗത്തുള്ള ന്യായവും കാണുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കാസ്റ്റ് വരുമ്പോഴേ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സാധനം അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ബിസിനസ് സംഭവിക്കുന്നുള്ളൂ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു പ്രഷറാണത്. എന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആള് കഴിഞ്ഞ പടത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിച്ച ശ്രീധരനാണല്ലോ. ശ്രീധരനോട് പറയാം ഇതിൽ ഇപ്രാവശ്യം ഒന്നുമില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്കത് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബിസിനസ്സും കൂടിയാണ്. അതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇതിന് റിട്ടേൺസിനെ പറ്റി ന്യായമായിട്ടും ഇത് പൈസ ഇറക്കുന്ന ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ ആ വേഷത്തിന് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് സിദ്ധാർത്ഥന്റെ ആ കാര്യത്തിൽ ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അങ്ങനെ ഒരു സിനിമ വരുമ്പോഴാണ് ഇവരെ തഴയാൻ ഉള്ളൊരു പ്രഷർ ആദ്യം വരിക. കാരണം ഇവർ കഴിഞ്ഞ പടത്തിൽ പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഇവരിൻ്റെ അകത്ത് നല്ല വേഷം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന സിദ്ധാർത്ഥന്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ടുവേർഡ്സ് വാട്ട് ദേ ഡിഡ് ഇൻ ദ പ്രീവിയസ് മൂവി. അത് പലപ്പോഴും സിനിമയിൽ പല സ്ഥലത്തും സംഭവിക്കാത്തൊരു കാര്യമാണ് ഡ്യൂ ടു സെവറൽ റീസൺസ് വിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ശേഷം അല്ല ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഭയങ്കര അതും കൂടെ കേട്ട് നമുക്ക് വരാം. ഈ മാസ് ബിജി ഒക്കെ ആയിട്ട് ആട് 2 എന്നിട്ട് ആട് 3 ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനുള്ള അത് ഉള്ള കാര്യം തന്നെ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഒരു ബീജി ഇട്ട് കൊടുക്കുവോ? ഇല്ല എന്ന് പറയും. കാരണം മഹേഷ് ഷെട്ടി വരുന്ന ഒരു ബീജി ഒക്കെ ഉണ്ട്. ആ ക്യാരക്ടർ ആട് 3 ഇല്ല. പക്ഷെ വേറൊരു ക്യാരക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു മഹേഷ് ഷെട്ടിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വേറൊരു ക്യാരക്ടറിന് വിളിച്ചായിരുന്നു. വിളിച്ച സമയം ഡേറ്റ് വേറെ ഒരു പരിപാടി വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആട് 3 ഇറങ്ങി ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കാൻ പോകുന്നത് DML ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം ഓൾറെഡി വന്നു കഴിഞ്ഞു. ആട് 3 ഇനി ഒന്നുകൂടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴും ഈ ആട് 3യുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ്. എന്റെ ഒരു പടം പോലെ തന്നെയാണ് ആട് 3 ആയാലും. ചേട്ടൻ എന്റെ ക്ലോസ് ആണ്. അപ്പൊ അതിനകത്തുള്ള ആൾക്കാരൊക്കെ എന്റെ ക്ലോസ്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ഇപ്പോഴും ഉണ്ട്, ചേട്ടാ ചുമ്മാ പറയല്ലേ. പക്ഷെ ഞാനില്ല, സത്യം തന്നെയാണ്. ഓക്കെ ചേട്ടാ, ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഒരു ഡയറക്ടർ ആണല്ലോ. അപ്പൊ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ഡയറക്ടർ ആയിട്ടാണോ ആക്ടർ ആയിട്ടാണോ ഈ സിനിമേനെ നോക്കി കാണുന്നത്? അത് എന്നെ ഏത് ഇതിൽ വിളിക്കുന്നതനുസരിച്ചിരിക്കും. ഈ പടത്തിൽ ആക്ടറായിട്ട് വിളിച്ചോണ്ട് അല്ല, എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമോ നിങ്ങൾ തമ്മിൽ, ഡയറക്ടറും ആക്ടറും തമ്മിൽ? ഇല്ല, ഞാനത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ടറായിട്ട് പോകുന്ന സമയത്ത് ഞാൻ തികച്ചും ആക്ടറായിട്ട് തന്നെയായിരിക്കും പോകുന്നത്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ പോലും ചെയ്യാതെയാണ് ഞാൻ പോകുന്നത്. വളരെ ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. രാവിലെ എഴുന്നേക്കുന്നു, നേരെ പോകുന്നു. അതെ. ചില സിനിമകളിൽ ഞാൻ കഥ പോലും ഞാൻ കേൾക്കാറില്ല. ചില വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ശ്രീധരൻ തന്നെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ പ്രധാനമായിട്ടും 3 രീതികളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന്, നല്ലൊരു ടീം ആണെങ്കിൽ ഇതാക്കുക. പിന്നെ നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ നല്ല പൈസ കിട്ടുന്ന പരിപാടിക്ക് പോവുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് അല്ലാതെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദങ്ങള്. ഈ സിനിമയിൽ ഈ സിനിമയിൽ ഇതിന് 2 സാധാരണ ഒരു 2 കിട്ടാറുള്ളൂ. അങ്ങേറ്റം ഭയങ്കര ജാക്ക്പോട്ടാ. അതായത് നല്ല പൈസയും നല്ല ക്യാരക്ടർ, ഗംഭീര പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രജനീകാന്തിനൊക്കെ കിട്ടുന്നുള്ളൂ. ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ
വരുന്നത്. പിന്നൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടീം നമ്മുടെ ചേട്ടന്, മറ്റേ ശ്രീധരന്, ജോണ്, പിന്നെ ഡെയിൻ ഡേവിസ്, ഡെയിൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാളി ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് ഉണ്ട്. അപ്പം അങ്ങനെ രാജീവ് പിള്ള അതിനകത്ത് അഭിനയിക്കും. പിന്നെ അവിടെയും അറിയപ്പെടുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പ്രമോദ് ഷെട്ടിയൊക്കെ അടക്കമുള്ള അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് അവിടെയുണ്ട്. അല്ല വേറെ ഉണ്ട്. ഈ സമയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് KGF 1 ഒക്കെ ഇറങ്ങി കന്നഡ പീക്കി നിൽക്കുന്ന സമയത്താണ് നമുക്ക് എനിക്ക് കോൾ വരുന്നത്. അപ്പൊ കന്നഡ അതുവരെയും കാണാത്ത ഒരു കന്നഡ KGF കണ്ടു. കന്നഡ ഇറങ്ങുന്നതിന് മുമ്പാണ്. എനിക്ക് തോന്നുന്നു കന്നഡയിൽ കുറെ ഫാൻസ് വരും കേട്ടോ ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു ഏതാണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പറയാണ്. കന്നഡയിലും കുറെ ഫാൻസ് വരും കേട്ടോ. ദിവസം കാണിക്കരുത് ജോണിനോടൊക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് കന്നഡയിൽ ഫാൻസ് വരും. എനിക്ക് വേറെ കാര്യം തോന്നി. നേരത്തെ ഡയറക്ടർ ആണോ ആക്ടർ ആണോ അല്ലെങ്കിൽ റൈറ്റർ ആണോ എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. അപ്പൊ ഇത് നേരത്തെ ഒരു ഇന്റർവ്യൂ നമ്മൾ തന്നെ ഒരുമിച്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. കൂടോത്രം എന്ന പടത്തിന്റെ ഇന്റർവ്യൂ. അതിപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ബൈജു എഴുപുന്ന ഡയറക്ട് ചെയ്ത് നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ കോ ആക്ടറാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്ത പടം. അപ്പൊ അതിന്റെ അകത്ത് ബൈജു എഴുപുന്നയാണ് ഡയറക്ട് ചെയ്യുന്നത്. പുള്ളിയാണ് മറ്റേ അഭിനയിക്കുന്നത്. ഒരു പ്രൊഡക്ഷന്റെ ഒരു വലിയ പരിപാടിയും പുള്ളി അതിന്റെ അകത്ത് പ്രൊഡക്ഷന്റെ ഒരു വലിയ പരിപാടിയും പുള്ളിയും ഒരു ടീമുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു, ആക്ടറായിട്ടാണോ ഡയറക്ടറായിട്ടാണോ ഈ സിനിമ. കാരണം പുള്ളി ആ സിനിമയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിലങ്ങനെയല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ആ പുള്ളി തന്നെ അഭിനയിക്കും, പുള്ളി തന്നെ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കൂടോത്രം. അപ്പോൾ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഉത്തരം ഭയങ്കര രസകരമായിട്ട് പുള്ളി പറഞ്ഞു. അത് ഞാൻ ഈ ആക്ടർ എന്നുള്ള ആളെ മാറ്റി നിർത്തിയിട്ട് ഈ ഡയറക്ടറും ആക്ടറും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഡയറക്ടർ ഇന്ന കാര്യം ഈ ബൈജു എന്ന ആക്ടറോട് പറയും, ബൈജു അത് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അത് ഡിറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണല്ലോ. ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം നമുക്കിത് രണ്ടും കൂടി എപ്പോഴും ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഒരിക്കലും ഇത് പറ്റാറില്ല. അപ്പോൾ അവൻ കുഞ്ഞു പരിപാടി അത് ഒരു സിനിമയിൽ പുള്ളി അത് ചെയ്യുന്നു പറയുന്നതെല്ലാം എനിക്ക് പുള്ളി നന്നായി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് രണ്ട്. അപ്പോൾ സുനിൽ സുഗത ചേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ അപ്പുറത്ത്. പുള്ളി അപ്പുറത്ത് തന്നെ അപ്പോൾ തന്നെ പറഞ്ഞു ചില സമയത്ത് ഈ ആക്ടറും ഡയറക്ടറും തമ്മിൽ ഉടക്കുണ്ടാവും. അപ്പോൾ പ്രൊഡ്യൂസർ ബൈജു വന്നിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുപോലെയുള്ളൊരു ഉത്തരം ഞാനിതുവരെ ഫണ്ടിന്റെ ഭാഗമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഒരു പ്രിഫറൻസ് കാണും. ഇപ്പം ചില ആക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആളുകൾ സിദ്ധാർത്ഥ ഞാൻ ഡയറക്റ്റ് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ അല്ലാതെ വേറൊരു സിനിമയിൽ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തരില്ല. അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ഇതിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടറിനെ വേറൊരു ഡയറക്ടർ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കും അവർ ആ ഡയറക്ഷൻ ഏറ്റെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാര്യം അല്ലാതെ എനിക്ക് വേറെ ആരും അങ്ങനെ ഒരു ക്യാരക്ടർ തരില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയത് എന്നുള്ള സംഭവം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മേ ബി ഈ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അത്ര ഇപ്പൊ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് സിദ്ധാർത്ഥ ശിവ പോരാ അഭിനയിക്കാൻ അങ്ങനെ ഇപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ ശിവ പോരാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അയ്യോ ഇതിപ്പോ കേൾക്കുമ്പോൾ ഡയറക്ടർക്ക് വേറൊരു അപ്രോച്ചാണ് സിനിമയുടെ. അതെ, അല്ലെ ഞാൻ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് എന്റെ സിനിമയിൽ പറ്റിയ കഥാപാത്രങ്ങളൊന്നും ചെയ്യാനായിട്ട് സിദ്ധാർത്ഥ ശിവ എന്നുള്ള ആക്ടർ വന്നിട്ടില്ല. അത് ഇതിങ്ങനെ പറയാൻ കുറച്ച് നമ്മളാണല്ലോ. ഇത് ഭയങ്കര അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ശരിക്കും നല്ല നടനാണ്, അതെന്റെ ഡയറക്ടർ സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ പടത്തിൽ പേഴ്സണലി ഞാൻ എന്ന് പറഞ്ഞ സിദ്ധാർത്ഥ ശിവ എന്ന ഡയറക്ടർ സമ്മതിച്ചിട്ടില്ല. എപ്പ സമ്മതിക്കും പറഞ്ഞൂടാ. സിനിമ അങ്ങനെ വരുമോ? അങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കും. ഇത് വലിയ പണിയാന്നേ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് നമ്മളിരുന്ന് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നി ഞാനിപ്പോൾ ഈ കോവിഡ് സമയത്ത് ഒരു ചെറിയ
ഷോർട്ട് ഫിലിംസൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ പരിപാടി വെച്ച് അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ ഈ മോണിറ്ററിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറയുടെ അകത്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് പ്ലേ ബാക്ക് നോക്കുമ്പോഴോ നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാൻ ഭയങ്കര നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അപ്പോൾ നമ്മളത് കോൺഷ്യസ് ആയിട്ട് നമ്മളെ ശ്രദ്ധിക്കണ്ട, നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ആണോ നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആക്ടർ നമ്മളവിടെ വീക്കായിട്ടുണ്ടാവും, അപ്പോൾ നമ്മളത് മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. അത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര ബഹുമാനം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്യാൻ. അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു കോൺഫ്ലിക്റ്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം മാനേജ് ചെയ്തിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡയറക്ഷൻ ഉള്ള ആഗ്രഹം എവിടെയെങ്കിലൊക്കെ ഉള്ളത് വേണ്ട നിൽക്കുമോ? ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലെന്ന്. മറ്റുള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണ് ഡയറക്ഷനൊക്കെ. എനിക്ക് ഇഷ്ടം അഭിനയിക്കാനാണ്. സിനിമ എനിക്കിഷ്ടം. ഡയറക്ഷൻ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അല്ല ഇവരുടെയൊക്കെ കൂടെ കയറി എപ്പോഴെങ്കിലും സംസാരം കേട്ടപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ പോലും സീരിയസ്ലി ഇതുവരെ ഇല്ല. അല്ല പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സിനിമാക്കാരനായിരിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിടത്തോളം കാലം ഈ സിനിമയിൽ ഏറ്റവും പാടുള്ള പരിപാടി ഡയറക്ഷൻ തന്നെയാണ്. അതിലൂടെയാണ് സിനിമ പോകുന്നത് മൊത്തം. അവരാണ് എല്ലാം ചെയ്യുന്നവരാണ്. ഡയറക്ടറാണ് ഫൈനൽ. ഒരു ദിവസം ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ വരൂ? ഇപ്പൊ അങ്ങനെയല്ല, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കൈ വയ്യാതോ അല്ലെന്നുണ്ട് വേറെ പടത്തിന് വേണ്ടിട്ടോ അങ്ങനെ ജിമ്മിൽ പോയാൽ ഗിൽറ്റ് ഫീൽ വരും. ചുമ്മാ കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഗ്രൗണ്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് വരുന്ന വ്യക്തിയാണ് ചേട്ടൻ. ജിമ്മിൽ പോവില്ല, പക്ഷെ സ്റ്റിൽ അത് മതി ചേട്ടനെ സംബന്ധിച്ച്. ചേട്ടനെ എന്ന് ഞാൻ ടി വിയിൽ വല്ല നേരിട്ട് കണ്ട അതുപോലല്ലേ വല്ല മാറ്റം ഉണ്ടോ? എത്ര വർഷപ്പെടുക്കും അങ്ങനെ പറയില്ല. അങ്ങനെ അന്നത്തെ ശീലം ഞങ്ങളെ ഇത്ര പുഷ് ഔട്ട് ചേട്ടൻ ആ കാര്യത്തില് പെർഫെക്റ്റ്. ആ സമയത്ത് ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ജിം എനിക്ക് റൂമിലുള്ള പരിപാടി നടക്കത്തില്ല. എനിക്ക് ജിമ്മും ഡംബൽസും ഒക്കെ ഉണ്ടായാലും എനിക്ക് വർക്കൗട്ട് വരും. അതെന്റെ തെറ്റാണ്. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല. ബുദ്ധിമുട്ടാണല്ലോ നമുക്ക്. ഈ പിന്നെ റൂമില് ക്യാരിയർ വന്നെടുത്ത് ഗ്രൗണ്ട് വർക്കൗട്ടാണ് ഏറ്റവും നല്ലത്. നമുക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു ചെറിയ സ്ഥലം കെട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മള് റെഗുലർ ആയിട്ട് കറക്റ്റ് റൂട്ടീൻ ഉണ്ട് ആ കാര്യത്തിൽ. കുറെ നാളായിട്ട് ഇത്തിരി കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കുന്നത്? എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അല്ല ഇവരിങ്ങനെ വർക്കൗട്ടിനെ പറ്റി സംസാരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതേപോലെ മനസ്സിലാവുന്നില്ല നമുക്ക് ശേഷത്തിനെ പറ്റി സംസാരിക്കും. അല്ല എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ശേഷത്തിനെ പറ്റി ചോദിക്കാം. ഈ കൊച്ചവ പൗലോ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ മിഥുൻ ചേട്ടനെ കാണുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു ഏടാണോ അത്? ആ ഡയലോഗ്, അതായത് ഇവർ കല്യാണം കഴിക്കുമല്ലോ, നിനക്ക് എന്തിനായിരുന്നു എന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കില്ലേ? അത് ഞാനെങ്ങും പറിച്ചെടുത്തില്ല. പക്ഷെ ഏറ്റവും വലിയൊരു ഒരു വലിയ അഭിമാനമെന്ന് പേഴ്സണലി നമ്മൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിയദർശൻ സാറ് അത് നിമിർന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ പ്രതികാരം റീമേക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ഇതിനകത്തുനിന്ന് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്ന കാര്യം. അങ്ങനെ അല്ല ആ ഒരു ഡയലോഗ് ഒക്കെ എങ്ങനെ അപ്പം മൈൻഡിൽ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ടാഗുകൾ വരാറുണ്ട് ഇതിന്റെ. അല്ല ആ കോമഡി കറക്റ്റ് ആയിട്ട് വർക്ക് ഔട്ട് ആയി. ഇത്രയും വർഷങ്ങൾ പോകുന്നൊക്കെ വിചാരിച്ചു ആ സമയത്ത് എഴുതുന്ന സമയത്ത്. ക്യാരക്ടർ അങ്ങനെ അത്രയും നാൾ ഒന്നും മാത്രമല്ല ഭയങ്കര കലിപ്പ് നോക്കിയതും ഒക്കെ ഫുള്ളി ഈ കലിപ്പ് ഫുള്ളി ഇതായിരുന്നു. വീട്ടിൽ പോയിട്ട് പാത്രം കഴുകണം. അല്ല അങ്ങനെയുള്ള ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേരില്ലേ അങ്ങനെ. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ പുഷപ്പൊക്കെ എടുക്കുന്ന കാര്യം പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പാത്രം കഴുകിണ്ടാവുന്ന മനസ്സിലാ. അപ്പൊ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് ആയിട്ടോ? അല്ല അങ്ങനത്തെ ഇവന്റ്സ് എവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. എത്ര സമയം എടുത്തോ എഴുതി തീർക്കാൻ ആ ഒരു സീൻ? ഞാൻ 2 മിനിറ്റ് 36 സെക്കൻഡ്. ഓ ചേട്ടാ അങ്ങനല്ല. കൊറേ നേരം ആലോചിച്ചെടുത്താൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാവണോ എന്റെ ചോദ്യം. അത് ഞാനൊന്ന് ആലോചിക്കുന്ന സമയം കൊണ്ട് ശേഷം പറ്റും. 2 മിനിറ്റ് 36 സെക്കൻഡ് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ അർത്ഥമില്ല. ഓക്കെ
എന്നാൽ ശേഷത്തിൽ അഭിനയിക്കണം എത്ര സെക്കൻഡോട് എടുത്ത തീരുമാനമാണ്? ശേഷത്തിലോ? ശേഷത്തിൽ അഭിനയിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ എടുത്തൊരു തീരുമാനമാണ്. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. ഫ്യൂ സെക്കൻഡ്സ് അല്ല, ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കും അതിനകത്ത്. ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത് ചോദിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചോ? ഫുള്ള് വായിച്ചോ? ഇല്ല ഇല്ല, അങ്ങനെ സ്ക്രിപ്റ്റ് ഈ ശേഷം സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് ഞാൻ പോയത്. ഒന്നാമതേ ഇത് ഞങ്ങൾ ഈ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹം കന്നഡയാണ്. അദ്ദേഹത്തിന് തമിഴ് അറിയാം, മലയാളം മനസ്സിലാവും. തമിഴ് അറിയത്തൊന്നുമില്ല. അല്ല, തമിഴ് അറിയാം മീൻസ്. അപ്പൊ പുള്ളി ഇത് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. തമിഴാണോ പറയുന്നത്, കന്നഡയാണോ പറയുന്നത്, മലയാളമാണോ മനസ്സിലാവില്ല. ചേട്ടന് കന്നഡ അറിയോ? എനിക്കറിയില്ല. അറിയില്ല. പിന്നെ ആ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തമിഴ് മലയാളം ഉള്ളൂ. അതെല്ലാം കൂടെ വെച്ച് അപ്പൊ ഇതിനകത്ത് തന്നെ ഇത് തന്നെ ശരിക്കും ഭയങ്കര ത്രില്ലർ സിനിമയാണ്. ഭയങ്കര ഒരു എന്താ പറയുന്ന, വളരെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ലൈഫ് ഗെയിം പോലുള്ള ഓരോ മിനിറ്റ് എൻഗേജ്ഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത്. നമുക്ക് ട്രെയിലർ ഇത് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോലും നമ്മൾ 2 പ്രാവശ്യം കേൾക്കാം. അങ്ങനെയാണ് ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് തമിഴും മലയാളവും കന്നഡയും കൂടെ മിക്സ് ചെയ്ത് കഥ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോ അതായത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഭയങ്കര ത്രില്ലിംഗ് പരിപാടിയുള്ളൊരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതേപോലെ ഒരു കണ്ടന്റാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ അത് നേരത്തെ ജോൺ പടം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല പടം ഫുള്ളായിട്ട് വർക്ക് ചെയ്ത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ക്യാച്ച് ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പടം ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പരിപാടിയാണ്. അപ്പോൾ ഈ ഗെയിം അങ്ങനെ പോകുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക. ഈ ക്യാരക്ടേഴ്സ്, ഇതിനകത്തുള്ള പോലീസുകാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു റിലേഷൻഷിപ്പ് പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകുന്നത്. ആ നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത് പോവുകയാണ്. ഒരു 1 നൈറ്റ് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു ചങ്ക് ഓഫ് ദ പടം. അപ്പം ഇത് പറയുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഒരു വളരെ മറ്റേ ഗോതയിൽ പറഞ്ഞ പോലെ ഇരുമൂലക്കുള്ള ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മറ്റേ പടത്തിൽ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ ഇന്നാളുടെ മകനാന്ന് പറയാനുള്ള സമയം ഏറുന്ന താഴെ എത്തിയാലല്ലേ നമുക്കിത് ചോദിക്കാൻ പറ്റുള്ളൂ. അതുവരെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, അതിനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് പരിപാടി ഇത് വർക്കാവാൻ സാധ്യതയുള്ള ഒരു എലിമെന്റ് ആണ്, അങ്ങനത്തെ ജോണറിൽ പോകുന്ന ഒരു പരിപാടിയാണ് നമുക്ക് മനസ്സിലായി. അതിന് മുകളിൽ ഞാനൊക്കെ ഓക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥം അത് തന്നെ, ഇതൊരു ത്രില്ലിംഗ് പരിപാടി ഓണായിരിക്കുമെന്ന് തോന്നി നമുക്ക്. അത് കന്നഡയിൽ ആക്ച്വലി എ ക്ലാസ്, ബി ക്ലാസ്, ഇല്ല അറിയില്ല. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പരിപാടി എന്തായാലും സി ക്ലാസ് അല്ലെന്ന് മനസ്സിലായി. ഒരു എ ക്ലാസ്, ബി ക്ലാസിന്റെ ഒക്കെ ഇടയിൽ വരാം. കാരണം ബഡ്ജറ്റ് കൊണ്ട് ഈ പറഞ്ഞ ഇത് എ ക്ലാസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഡ്ജറ്റ് കുറച്ച് കുറവാണ്. അത് പക്ഷേ പടത്തിന്റെ ഒരു ഔട്ട്പുട്ട് ഒരു എ ക്ലാസ് പരിപാടി തന്നെയാണ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് ഈ ട്രെയിലറിന്റെ താഴെ. വളരെ രസകരമായിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 6-ാം തീയതി അത് തിയേറ്ററിൽ വരുമ്പോൾ ഐ തിങ്ക് മലയാളി ഓഡിയൻസിന് മലയാളം കാണുമ്പോഴും കന്നഡ ഓഡിയൻസിന് ഇതിന്റെ കന്നഡ വേർഷൻ കാണുമ്പോഴും ഐ തിങ്ക് ഈക്വലി അത് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പരിപാടി എൻ്റെ അകത്തുണ്ട്. സിനിമ കാണുന്ന ആൾക്കാർ ആരും അങ്ങനെ ഒരുപാട് പേര് ശ്രീജിത്ത് രവിയും ജോൺ കൈപ്പള്ളിയും സിദ്ധാർത്ഥ ശിവയും ഡെയിൻ ഡേവിസിനും കാണാൻ ഇടിച്ചു കയറുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പടമല്ല ഇത്. കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇന്ന് അങ്ങനെയല്ലല്ലോ മലയാള സിനിമ, പ്രത്യേകിച്ച് അങ്ങനെയല്ല. എല്ലാവരും തരക്കേടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ കയറി കാണാൻ തയ്യാറാവുന്നുണ്ട്, തിയേറ്ററിൽ പോകാൻ തയ്യാറാവുന്നുണ്ട്. അത് സ്റ്റാർ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടല്ല ഇവിടെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചേഞ്ച് ഇത് കന്നഡ ഇൻഡസ്ട്രിയിലും കൊണ്ടുവരുമെന്നാണ് ഇതിൻ്റെ മേക്കേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും അങ്ങനത്തെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ രീതിയിൽ അവിടെ ആക്സെപ്റ്റ് ആവുന്നു, ഇവിടെ നമ്മുടെ രീതിയിൽ ആക്സെപ്റ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. കാരണം അങ്ങനെ എടുത്തിട്ടുണ്ട് പടം. ഇനി നിങ്ങളുടെ ന്യൂ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇനി ഇറങ്ങാനുള്ളത് ഇതല്ലാതെ? എൻ്റെ അഭിനയിച്ച പടം ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞൊരു സിനിമ മാർത്താണ്ഡൻ ഡയറക്റ്റ് ചെയ്ത്, അതാണ് ഇറങ്ങാനുള്ളത്. പിന്നെ ഈ സ്പർശം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഞാൻ ബയോപിക് ചെയ്യുന്ന ഡയറക്ഷൻ, അത് ഒരു 1-2 മാസത്തിനകത്ത് ഇറങ്ങും. അതെ, ഇറങ്ങി. ചേട്ടൻ്റെ ഞാൻ കുറച്ച് മലയാളത്തിലെ HT5 എന്ന് പറഞ്ഞ പടം ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒറ്റക്കൊമ്പലിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ബിർള ബോസ് എന്ന് പറഞ്ഞൊരു സിനിമ തമിഴിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ശശികുമാർ സാറിൻ്റെ ഒരു പടം തമിഴിൽ ഷൂട്ടിംഗ് നടക്കുന്നു. അതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യുള്ളൂ.
പിന്നെ അങ്ങനെ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് തമിഴിൽ തന്നെ കറുപ്പർ നഗരം എന്ന് പറഞ്ഞ പടവും, പിന്നെ ലക്ഷ്മി നാരായണ രാജു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്ത് ഐശ്വര്യ രാജേഷ് വസന്ത് രവി പടമാണ് തമിഴിൽ. ഇനി അതൊക്കെ തമിഴിലാണ്. മലയാളത്തിൽ ഇപ്പോൾ HT5 വേറെ 1-2 പടങ്ങളും ചെയ്ത് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന പടങ്ങളുണ്ട്. ഇവിടെ ഗഗനചാരി ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ് അരുൺ ചന്തു. ചന്തുവിന്റെ അടുത്ത പടം വല. അപ്പൊ അതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഗഗനാചാരിയിലുണ്ടായിരുന്നു ഏലിയന്റെ ആ ഒരു സംഭവം. അതെ. ഓക്കെ, ഇത് സോംബി പടമാണോ? ഇത് സോംബി അതെന്തായിരുന്നു ഈ നുണ പറയുമ്പോൾ അടിക്കുന്ന മണിയാണ്. അതെ, മണിയല്ലായിരുന്നു അത്, കാണാൻ പറ്റില്ല, ഒരു സൗണ്ട് മാത്രമേ കേൾക്കാൻ. വല വല വല. ഒരു ഇതാണ് സൈഫൈ പടമാണ്. അത് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ March 6 സിനിമ തിയേറ്ററുകളിലേക്ക് എത്താണ്. എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.